എല്ലാവർക്കും നമസ്കാരം. തനിക്ക് ലഭിച്ച ഒരു വരത്തിൻ്റെ ഫലം പരീക്ഷിക്കുന്നതിന് വേണ്ടി കുന്തി ഒരു തവണ സൂര്യനെ മനസ്സിൽ വിചാരിച്ചു. വിചാരിച്ച മാത്രയിൽ തന്നെ സൂര്യൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ സൂര്യസമാഗമത്തിലുണ്ടായ കുട്ടിയാണ് കർണൻ. കർണൻ സൂര്യപുത്രനാണ്. ജന്മന കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു കർണന്. അത് ഒരു രക്ഷാകവചമാണ്. അതുകൊണ്ടായിരിക്കും കർണൻ എന്ന പേര് ലഭിച്ചതും. കുന്തി ആ കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കുകയാണ് ചെയ്തത്. കുന്തിയുടെ മാതൃത്വത്തിൽ ഏറ്റ ഒരു വലിയ കളങ്കമായിരുന്നു അത്. നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു കുഞ്ഞിനെ അധിരഥൻ കാണുകയും എടുത്തുകൊണ്ടുപോയി അധിരഥനും ഭാര്യ രാധയും ചേർന്ന് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി. അങ്ങനെയാണ് കർണൻ സൂതപുത്രനായത്, രാധേയനായ കർണനാകുന്നത്. ജീവിതത്തിലുടനീളം വലിയ അപമാനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് കർണൻ. ആയുധവിദ്യ പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ ആദ്യത്തെ അപമാനം നേരിടേണ്ടി വന്നു. സഞ്ജയൻ ചോദിക്കുന്നു, കർണൻ്റെ കുലവും വംശവും ഒക്കെ ഏതാണ് എന്ന്. രാജകുമാരന്മാരുടെ കൂടെയാണ് ആയുധവിദ്യ പഠിക്കുന്നത്. എന്നാൽ കർണൻ ഏത് രാജവംശത്തിലുള്ളതാണ് എന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് മുന്നിൽ കർണൻ നിഷ്പ്രഭനായിപ്പോയി, വിളറിപ്പോയി. വലിയ അപമാനമാണ് അവിടെ കർണന് നേരിടേണ്ടി വന്നത്. ഈ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത് ദുര്യോധനനാണ്. ഉടൻ തന്നെ അംഗരാജ്യത്തെ യുവരാജാവായി കർണനെ അഭിഷേകം ചെയ്തു ദുര്യോധനൻ. ഈ വലിയ അപമാനത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചതുകൊണ്ടാണ് കർണന് എന്നും ദുര്യോധനനോട് കടപ്പാട് ഉണ്ടായത്. മറ്റൊരു സന്ദർഭത്തിൽ പാഞ്ചാലി സ്വയംവരം നടക്കുന്ന സമയത്ത് ആ സ്വയംവര പന്തലിൽ വെച്ച് ആർക്കും എടുത്ത് കുലക്കുവാൻ സാധിക്കാത്ത വില്ല് കർണൻ നിഷ്പ്രയാസം എടുത്ത് കുലക്കുന്നത് കണ്ടപ്പോൾ പാഞ്ചാലി പറഞ്ഞു, ഞാൻ സൂതപുത്രനെ വരിക്കുകയില്ല എന്നു. അവിടെയും വലിയ അപമാനത്തെയാണ് കർണനെ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കർണൻ്റെ ഉള്ളിൽ എന്നും പാഞ്ചാലിയോട് വിരോധമുണ്ടായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ തൻ്റെ ഗുരുവായിരുന്ന പരശുരാമൻ തൻ്റെ മടിയിൽ കിടന്ന് വിശ്രമിക്കുമ്പോൾ ഒരു വണ്ട് വന്ന് കർണൻ്റെ തുടയിൽ കടിക്കുകയും ചോര വാർന്നൊഴുകുകയും ചെയ്തു. വളരെ ദുസ്സഹമായ വേദനയാണ് കർണൻ സഹിച്ചത്. കാരണം തൻ്റെ ഗുരുനാഥൻ്റെ വിശ്രമത്തിന് തടസ്സമുണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ഇത്രയും കടുത്ത വേദന അദ്ദേഹം സഹിച്ചത്. പരശുരാമൻ ഉണർന്നപ്പോൾ കണ്ടത് കർണൻ്റെ തുടയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നതാണ്. ഇത് കണ്ട് പരശുരാമൻ കർണനോട് പറഞ്ഞു, ഒരു ബ്രാഹ്മണന് ഇത്രയും വേദന സഹിക്കുവാൻ സാധിക്കുകയില്ല. നീ ഒരു ക്ഷത്രിയനാണ്. കള്ളം പറഞ്ഞ് എന്നിൽ നിന്ന് നേടിയ എല്ലാ വിദ്യയും അവസരം വരുമ്പോൾ, പ്രയോഗിക്കേണ്ട സന്ദർഭം വരുമ്പോൾ നിനക്ക് മറന്നു പോകട്ടെ എന്ന് ശപിക്കുകയായിരുന്നു പരശുരാമൻ. ഒരു യോദ്ധാവിന് ഇതിൽ പരം വലിയ ശാപം വേറെ ഏൽക്കുവാനില്ല. അതുപോലെ അർജുന പിതാവായ ഇന്ദ്രൻ അർജുനൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർണൻ്റെ കവചകുണ്ടലങ്ങൾ യാചിക്കുവാൻ വന്നത് ആരാണെന്നും എന്തിനാണ് തൻ്റെ കവചകുണ്ടലങ്ങൾ യാചിക്കുന്നത് എന്നും വ്യക്തമായി കർണന് അറിയാമായിരുന്നു. എന്നിട്ടും തൻ്റെ മഹത്തായ ദാനകർമ്മത്തിൽ നിന്ന് കർണൻ വ്യതിചലിച്ചില്ല. സ്വന്തം ജീവനെപ്പോലും
പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ മഹത്തായ ഒരു ദാനം കർണൻ നൽകിയത്. അതിദാനാത് ഹതകർണ, കർണൻ്റെ അതിദാനം കൊണ്ടാണ് കർണൻ കൊല്ലപ്പെട്ടത്. ജന്മം നൽകിയ മാതാവിനെ കാണുന്നത് യുദ്ധഭൂമിയിൽ വെച്ചാണ്. കുന്തി മാതാവ് ആദ്യമായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, കർണ, ഞാനാണ് നിൻ്റെ മാതാവ്, നീ എൻ്റെ മൂത്ത പുത്രനാണ്, അതുകൊണ്ട് നീ അർജുനനെ വധിക്കരുത് എന്ന്. ആ ഒരു മാതാവും പുത്രനും തമ്മിലുള്ള കൂടിക്കാഴ്ച വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു, സന്ദർഭം തന്നെയായിരുന്നു അത്. കർണൻ പറഞ്ഞു, അമ്മേ, ഞാൻ മരിച്ചാലും അമ്മക്ക് 5 മക്കളുണ്ടാകും, അർജുനൻ മരിച്ചാലും അമ്മക്ക് 5 മക്കളുണ്ടാകും എന്ന്. അതുപോലെ ശ്രീകൃഷ്ണനും കുന്തി മാതാവ് പറഞ്ഞിട്ടും ഈ കൗരവ പക്ഷത്ത് നിന്ന് കർണൻ മാറിയില്ല. കാരണം ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ് ദുര്യോധനൻ. ദുര്യോധൻ്റെ മാർഗം അധർമ്മമാണ് എന്ന് അറിയാമായിരുന്നിട്ടും ആപൽ ഘട്ടത്തിൽ രക്ഷിച്ചത് കൊണ്ടാണ് കർണന് ദുര്യോധനൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നത്. അത്രയും ആദർശശീലനായിരുന്നു, ധീരനായിരുന്നു കർണൻ. കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ കൃഷ്ണൻ അർജുനനോട് പറയുന്നു, അർജുന, കാണുന്നില്ലേ, കർണൻ്റെ ഓരോ അസ്ത്രമേൽക്കുമ്പോഴും നമ്മുടെ രഥം 7 അടി പിറകോട്ട് പോകുന്നു. കർണൻ എത്ര വീരനാണ് എന്ന്. ശത്രുപക്ഷത്തുള്ള ഒരാളെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ അർജുനന് സഹിക്കാൻ പറ്റിയില്ല. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, ഹേ കൃഷ്ണ, നീ എന്തിനാണ് കർണനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന, നിന്റെ രഥത്തിൽ ഞാൻ ഉണ്ടായിട്ടും കർണൻ്റെ അസ്ത്രമേൽക്കുമ്പോൾ തേര് 7 അടി പിറകോട്ട് പോകുന്നു എങ്കിൽ, നിന്റെ രഥത്തിൽ ഞാനില്ലായിരുന്നുവെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് കൃഷ്ണൻ അർജുനനെ ഓർമ്മപ്പെടുത്തുന്നു. യുദ്ധഭൂമിയിൽ കർണൻ്റെ തേരിൻ്റെ ചക്രം താഴ്ന്നു പോയപ്പോഴാണ് അർജുനൻ കർണനെ വധിക്കുന്നത്. കർണനെ വധിച്ചപ്പോൾ പാണ്ഡവ പക്ഷം വലിയ സന്തോഷത്തിലായി. ഭീമൻ പെരുമ്പറ കൊട്ടി ആഘോഷിച്ചു. ഒടുവിലാണ് അറിയുന്നത് കൊല്ലപ്പെട്ടത് തങ്ങളുടെ മൂത്ത സഹോദരനാണ് എന്ന്. അതോടെ പാണ്ഡവ പക്ഷം വലിയ ദുഃഖത്തിലായി. നമ്മളറിയണം, കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും സഹോദരങ്ങൾ തന്നെയാണ് എന്ന്. ഈ ഒരു വലിയ പാഠമാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന്. എല്ലാവർക്കും നന്ദി.